ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക കൊണ്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിനായിട്ട് ബാറ്റർ തയ്യാറാക്കുന്നത് നല്ല വറുത്ത അരിപ്പൊടി, ശർക്കര പാനി, ചക്ക. ഇത് ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസമായി. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഇതാണ്, പക്ഷേ ഇത് നല്ല ഒരു ഇതല്ല. എനിക്ക് ഒരു ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു പെരുന്നാളിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുട്ട പോലെ ഇളകിയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞാൻ അധികം അങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ടും ആ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ അത് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല പഴകിച്ചെടുത്താലേ ഇത് പെട്ടെന്ന് ഇളവി വരത്തുള്ളൂ. ഇതിപ്പോൾ ഇളവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ആദ്യത്തെ ഇതൊക്കെ കുറച്ചൊന്ന് നല്ലതായിട്ട് കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം വന്നു. ഇത് ഞാൻ കുറച്ചായിട്ട് മുരിഞ്ഞ് വരുന്നതനുസരിച്ച് മാറ്റിയതാണ്. രണ്ടാമത് ഒഴിച്ചതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെ കുട്ടികൾക്കായിരുന്നാലും ഒരുപാട് ഇഷ്ടമുള്ള ഇതാണ്. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് സമയമേ ആവശ്യമുള്ളൂ. വറുത്ത മരിപ്പൊടിയിൽ ശർക്കര പാനി ഒഴിച്ച് ചക്കയോ അല്ലെങ്കിൽ പഴമോ, ഞാനിവിടെ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് ചക്ക ഇട്ടത്. ഇല്ലെങ്കിൽ നമുക്ക് പാളയംതോടൻ പഴമോ എങ്കിലും ഇട്ട് നന്നായിട്ട് ഏലക്കയും ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഉടൻ തന്നെ ഉണ്ടാക്കാം. നമുക്കത് പുളിക്കാൻ വെക്കുന്നതോ അങ്ങനെ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇന്നലെ മോൻ എന്നോട് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനപ്പോൾ അങ്ങനെ ആലോചനയിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ കുറച്ച് ചക്കയായിട്ട് വന്നത്. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള വരിക്കച്ചക്കയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 5-6 ചക്കയുടെ പീസ് എടുത്തു. അതാണ് ഇതിലുണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ പഴം ഇട്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഇതിന് ചക്കയുടേതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. വളരെ നല്ല രുചിയുള്ളൊരിതാണ്. അപ്പോൾ ഓക്കെ, ഏകദേശം ഇവിടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എൻ്റെ മോനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ്റെ കൈ തട്ടി ഒരെണ്ണം താഴെ പോയി. ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണ തോർത്തി എടുക്കാം. ഇത് എണ്ണ തോർത്താനായിട്ട് ഞാൻ ആദ്യം കണ്ണാപ്പയിലോട്ട് കോരി ഇടുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് ഓരോന്നായിട്ട് ഇളക്കി മാറ്റുന്നത്. ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഈ കണ്ണാപ്പയിൽ ഇട്ടിരിക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് തോർന്ന് നല്ല ഇതായിട്ട് വരും. പിന്നെ നമുക്ക് നല്ല ഇതായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടും കുറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഇന്ന് ഉണ്ടാക്കിയ ഉടൻ തന്നെ എല്ലാവർക്കും ചായയുടെ കൂടെ എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഏകദേശം ഒരു 3, പിന്നെ ഒരു 5-6 കൂടെ എനിക്കുണ്ട്. ഫുള്ളായിട്ട് 3 ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഒരു ഹാഫും കൂടെ, അങ്ങനെ അത്രയും ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഏത് തരത്തിലുള്ള എണ്ണയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ് നന്നായിട്ടുണ്ടാകണം. അപ്പോൾ ഞാനിവിടെ മോന് ഉണ്ണിയെപ്പോലെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് ചായയെല്ലാം ഒഴിച്ച് റെഡിയാക്കി അവന് കഴിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.